ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഫുൾ ക്ലീനിങ് ഡേ ആണ് കേട്ടോ. നല്ലോണം മാറാലൊക്കെ ഉണ്ട്. എത്ര അടിച്ചാലും എന്തായാലും നമ്മൾ ആഴ്ചയിലൊന്നും തട്ടിയില്ലെങ്കിൽ ഫുള്ള് പൊടി കയറും കേട്ടോ. അപ്പോൾ ഇവിടെ എന്നെ സഹായിക്കാൻ ഇടുക മിച്ചോട്ടുണ്ട്. ചൂല് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം അവന് ക്ലീൻ ആക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ അടിച്ചു കഴിഞ്ഞെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് അവൻ ചൂലും അതേപോലെ തന്നെ തട്ടണ മാറലാട്ടൊക്കെ ഇടുന്നത് ഫുള്ള് ഇവിടെയൊക്കെ ഇങ്ങനെ ഉരച്ചോണ്ട് എടുക്കും കേട്ടോ. അവൻ എന്താ ഉള്ളത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. മുറ്റത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാലും അവനൊരു ചൂല് വേണം. നമ്മൾ അടിക്കാനൊന്നും കൂടെ അവന് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണം ഇല്ലേ? അപ്പം ഇന്നിപ്പോൾ മെയിനായിട്ട് ക്ലീൻ ആക്കി കാരണം ഇപ്പോൾ അടുത്ത് വൃത്തിയാക്കിയായിരുന്നു. എന്നാലും ഏട്ടന് ഫുൾ എപ്പോഴും നോക്കിയാലും ഭയങ്കര ജലദോഷമാണ് കേട്ടോ. അപ്പോൾ ഇതെന്താന്ന് ഇങ്ങനെ പോയി ഇന്നലെ നോക്കിയപ്പോഴാണ് ഏട്ടന് അലർജീൻ്റെ പൊടി അലർജി ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഡോക്ടർ നന്നായിട്ട് പൊടിയൊക്കെ തട്ടി ക്ലീൻ ആക്കാൻ പറഞ്ഞു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തട്ടണം. നമ്മൾ എത്ര നോക്കിക്കഴിഞ്ഞാൽ ഈ ജനലിൻ്റെ ഇടയിലും അതേപോലെ തന്നെ ഫാനിൻ്റെ മേലൊക്കെ പൊടി ഉണ്ടാവും. അപ്പോൾ അത് ആ ഫാനിൻ്റെ ചുട്ടുനിന്ന് തട്ടി കിട്ടിയതാണ് ഇത്രയും പൊടി നിലത്തുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കി ഇനിയിപ്പോൾ നമ്മൾ തട്ടാനും ഇങ്ങനെ പൊടിയൊക്കെ ക്ലീൻ ആക്കുന്ന ഫുൾ ഒരു ഉച്ച വരെ അല്ലെങ്കിൽ ഫുൾ നമ്മൾ വീട് മൊത്തം വൃത്തിയാക്കണമെങ്കിൽ എനിക്കൊരു ദിവസം എന്തായാലും വേണം. ഒക്കെ തട്ടി തുടച്ച് വൃത്തിയാക്കണമെങ്കിൽ അപ്പോൾ ജസ്റ്റ് ഇന്ന് ഈ റൂമും പിന്നെ ഹാളും മാത്രം ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വെച്ചു. കോലായിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ ഇന്ന് തട്ടിക്കഴിഞ്ഞാൽ നാളെ മറ്റന്നാളാകുമ്പോഴത്തേക്കും എട്ടുകാലി വന്നിട്ട് ഇങ്ങനെ മാറാലെയാണ്. അതേപോലെ ചെറിയ ചെറിയ പൊടികളെ ഇവിടുന്നൊക്കെ എവിടുന്ന വരുന്നേ അറിയില്ല ഇങ്ങനെ ഉണ്ടാവും. എന്നും അടിച്ചു വാരി തുടച്ചാലും രാവിലെ ആകുമ്പോഴത്തേക്കും ഉണ്ടാവും. അതേപോലെ കുഞ്ഞു കുഞ്ഞു ഉറുമ്പോ ഉണ്ടാവുമല്ലോ, ആ ഉറുമ്പുകൾ രാത്രി വന്നിട്ടാവുന്നുണ്ട്. സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ പൊടി കൂട്ടിയിടുന്നുണ്ട്. എവിടെ നിന്നുള്ള പൊടിയെന്ന് അറിയില്ല. ടൈലിനുള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ ആകൂടെ അലമ്പാക്കി വെക്കും. അപ്പോൾ അതൊക്കെ ഞാൻ കുറേ വൃത്തിയാക്കണം. പിന്നെ നമുക്ക് ഈ റൂമിലെ ചവിട്ടി ഡോക്ടർ ആദ്യം പറഞ്ഞത് മെയിനായിട്ട് അലർജി ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യം കമ്പിളി യൂസ് ചെയ്യുന്ന മാറ്റിയിട്ട് കോട്ടൻ്റെ എന്തെങ്കിലും നല്ല കട്ടിയുള്ള ബെഡ്ഷീറ്റായിട്ട് മേലിടാൻ വേണ്ടി യൂസ് ചെയ്യുക. പിന്നെ അതേപോലെ ഫാന് സ്ഥിരം തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ ജനല് മാറാല ഒക്കെ ഉണ്ടാവുമല്ലോ ഒക്കെ വൃത്തിയാക്കുക. ബെഡ്ഷീറ്റ് ഒരു 6 ദിവസം ഓരോ 6th ഡേയിലും ക്ലീൻ ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. ഞാൻ മിക്കവാറും നിച്ചോട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ബെഡ്ഷീറ്റിൽ മുത്രച്ചിടുന്നത് കൊണ്ട് ഓരോ എന്താ പറയുക 2-3 ദിവസം കൂടുമ്പോഴും അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നരാടെ തന്നെ കലക്കി ബെഡ്ഷീറ്റൊക്കെ അലക്കാറുണ്ട്. എന്നാലും ഏട്ടന് പൊടി അലർജി ഉണ്ട്. പിന്നെ അവിടുത്തെ റൂമിൻ്റെ അവസ്ഥ, ഏട്ടൻ അവിടെ മുക്കത്തുള്ള റൂമിൻ്റെ അവസ്ഥ ഞാൻ പോയിട്ടില്ല, അതെന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇവിടുത്തെ ഒക്കെ മിക്കവാറും ഞാൻ എന്നും വൃത്തിയാക്കാറുണ്ട് അങ്ങനെ. പക്ഷെ ഫാനാണ് കേട്ടോ ഇത് മെയിനായിട്ട് കാണുന്ന ഈ ഫാനിൻ്റെ പൊടിയാണ്. ഇതൊക്കെ ക്ലീൻ ആക്കണമാണ്. എന്നാലും നമുക്കറിയാലോ എത്ര ക്ലീൻ ആക്കിയാലും ഇങ്ങനെ തട്ടാൻ പറ്റാത്ത പൊടികളുണ്ടാവും. അല്ലെങ്കിൽ അത് എപ്പോഴും വീണ്ടും പൊടി കയറും. അപ്പോൾ എന്തായാലും ഇന്ന് ബെഡ്ഷീറ്റും ചവിട്ടിയും ഒക്കെ എടുത്ത് അലക്കാനൊക്കെ കൊണ്ടുവരണം. ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ട് മേലെ അലക്കാൻ കൊണ്ടിട്ടുണ്ട്. ഞാൻ അപ്പോൾ എവിടെയൊക്കെ അതിനോണം ഈ ഒരു ചവിട്ടിയൊക്കെ ഒന്ന് കാർപ്പറ്റൊക്കെ അലക്കാനിടാനായിട്ട്. അപ്പം ഞാൻ എൻ്റെ ബാക്കിയുള്ള ക്ലീനിങ് ഒക്കെ ചെയ്യണം കേട്ടോ. കണ്ടോ ഇപ്പോൾ ഫുള്ള് ഇതൊക്കെ മാറ്റിയിട്ടിരിക്കുകയാണ് ഇങ്ങോട്ടാക്കി. അതേപോലെ തന്നെ എത്രയൊക്കെയാലും എന്താ ഇതിൻ്റെ മേലെ ഈ അലമാരേൻ്റെ മേലെ കണ്ടോ കട്ട കെട്ടിയിട്ട് ഇങ്ങനെ ഉണ്ടായിട്ട് പൊടി. ഡോക്ടർ എനിക്ക് ഓരോ സാധനങ്ങൾ കാണിച്ചു. നമ്മളെ പൊടിയിൽ തന്നെ ഒരു ജീവിയൊക്കെ ഉണ്ട്. കുഞ്ഞു ജീവികളാണ്. അത് നമ്മളെ മനുഷ്യൻ്റെ സ്കിന്നിൽ എല്ലാ ദിവസവും തൊലി പൊടിഞ്ഞ് വീഴുന്ന ആ ഒരു തൊലിൻ്റെ ഒരു പൊടി ഉണ്ടല്ലോ, അതൊന്ന് ജീവിക്കണ ഒരു ജീവിനെയൊക്കെ കാട്ടിത്തന്നു. കാട്ടല്ല എന്താ പറയുക, മൈക്രോസ്കോപ്പിൽ എടുത്ത് അതിൻ്റെ വലുതാക്കിയുള്ള ഫോട്ടോസൊക്കെ ഇല്ലേ, നിങ്ങൾക്ക് അലർജീൻ്റെ അസുഖം ഉണ്ടെങ്കിൽ അറിയാം. അപ്പോൾ അതൊക്കെ കുറേ ഇങ്ങനെ കാണിച്ചു തന്നു എങ്ങനെയാണ് വരിക എന്നൊക്കെ ഉള്ളത്. അപ്പം മെയിനായിട്ടും ഈ അലർജി ഉള്ളവരും മരുന്ന് കഴിക്കാണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനാണ് പറഞ്ഞത്. കണ്ട കാണുന്നില്ല അല്ലേ, ഇവിടെ ഒരു ജീവനെ കാണുന്നില്ലേ? അതതിനെ 5000 മടങ്ങറ്റം 3000 ഇരട്ടി വലുതാക്കിയുണ്ട്. അത്ര മൈനോട്ടായിട്ടുള്ള കുഞ്ഞ് ഒരു ചെറിയ ജീവികളാണ് അതൊക്കെ. കാണാൻ പറ്റില്ല, കണ്ണിനെ കാണാത്തതെന്ന് പറയില്ലേ, അങ്ങനത്തെ ഫുള്ളുണ്ടാവുന്ന പറയാം. മെയിനായിട്ട് നമ്മൾ അടിച്ചു വാരുന്ന പൊടി ഉണ്ടല്ലോ അതിലുണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ കേട്ടോ. ഇന്ന് രാവിലെ അപ്പോൾ കഴിക്കാനായിട്ട് പൂരിയും ബാജിക്കറിയായിരുന്നേ. അപ്പം ആദ്യമൊക്കെ ആകുമ്പം പൂരി ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ പൊള്ളം വരില്ലായിരുന്നു. എന്താർക്കറിയാം, ചിലതൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ ആ വരുന്നത് മാത്രം നോക്കി ഞാൻ സെലക്ട് ചെയ്യുന്നു. പക്ഷേ ഇപ്പം അതിൻ്റെ കാര്യമില്ല, എല്ലാ പൂരിയും നല്ല ഉണ്ട പോലെ ഫുൾ പൊന്തി വരും കേട്ടോ. അങ്ങനത്തെ കഴിക്കാനാണ് നല്ല രസം. അപ്പോൾ ഞാൻ 2 പൂരി കഴിച്ചു. അതേപോലെ നിച്ചൂട്ടിന് രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ കൊടുത്തു. അവനാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, പണിയെടുക്കാൻ പോയി കഴിഞ്ഞാൽ ഫുൾ നമ്മളെ പുറകെ ആയിരിക്കും. അവൻ അടിച്ചും വാരിയും കൊണ്ടൊക്കെ അങ്ങ് നടക്കും. നിച്ചൂട്ടാ ഇങ്ങനെ അടിച്ചു വരിക? പൊടിയൊന്നും പോണില്ലല്ലോ. അടിച്ചു വരിട്ട് പൊടിയൊന്നും പോണില്ലല്ലോ. അതെ ആക്കോ? നിച്ചൂട്ടൻ്റെ പേരെന്താ? ആച്ചോ? ശരി.
കണ്ടോ ആകെ കൂടെ എല്ലാം വലിച്ച് വാരിയിട്ടിരിക്കുകയാണ്. പിന്നെ ആ ഒരു കമ്പിളി ഉണ്ടല്ലോ അതിങ്ങനെ മടക്കി വെച്ചിട്ട് അതിൽ 2 തലാളം ഇങ്ങനെ ചാരി വെക്കും കേട്ടോ. അതിൻ്റെ മേലെ നിന്നിട്ട് ആ ഒരു കട്ടിയുള്ള നമ്മളെ ബെഡ്ഷീറ്റ് ഇരിക്കുക ചെയ്യുക. എന്താ വെച്ചാൽ നിച്ചു ഇങ്ങോട്ട് ചാടി പോകാണ്ടിരിക്കാനാണ്. നമുക്ക് 2 സൈഡിൽ ഈ സൈഡ് ടേബിൾ ആകുമ്പോൾ കുട്ടികളുണ്ടെങ്കിൽ അതാണ് പ്രശ്നം, നമുക്ക് ബെഡ് ചേർത്ത് ഇടുന്നതായിരിക്കും നല്ലത്. ഞാൻ ഏട്ടനോട് അപ്പോഴേ പറഞ്ഞത്, അപ്പോൾ ഏട്ടൻ ഈ ഇത് കാണാൻ രസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ പാടുവിടാണ്. കാരണം ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ നല്ല പോത്ത് പോലെ കിടന്നിറങ്ങും, എനിക്ക് ഒട്ടും ബോധം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിലോ ഉരുണ്ട് മറിഞ്ഞ് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി എവിടേക്കെങ്കിലൊക്കെ ആയിരിക്കും പോയി കിടക്കുക. അപ്പോൾ അവൻ പോവാണ്ടിരിക്കാനായിട്ട് ഇതേപോലെ തലാണൊക്കെ വെച്ച് ഇങ്ങനെ ഒരു ഹമ്പ് പോലെ ഉണ്ടാക്കി വെക്കും. അപ്പോൾ അവൻ വീടില്ലല്ലോ, അതവിടെ ടി വി കണ്ടോണ്ടിരിക്കുന്നു കേട്ടോ ഏട്ടൻ. അപ്പോൾ എന്തൊക്കെയോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ടി വി കാണാണ്. ഏട്ടൻ വന്നാൽ പിന്നെ അവന് വേണ്ട എന്നെ ഒന്നും തീരെ മൈൻഡ് ഉണ്ടാവില്ല. കളിക്കാനാണെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞാൻ പോകണം കൊടുക്കാനായിട്ട്, അല്ലാത്ത എല്ലാ പരിപാടിക്കും അച്ഛൻ്റെ പുറകെയാണ് ഫുൾ ടൈം. അപ്പം റൂമൊക്കെ വൃത്തിയാക്കിയിട്ട് ഏകദേശം കുറേ ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞ് അപ്പം നമുക്ക് ഉച്ചയ്ക്ക് ഇന്ന് സാമ്പാറും അതേപോലെ തന്നെ കൂട്ടുകറി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ഞാൻ അടുക്കളയിൽ പോയപ്പോഴാണ് സത്യം പറഞ്ഞാൽ അറിഞ്ഞത് ഇന്ന് പായസം വെക്കുന്നുള്ള കാര്യം. പായസത്തിൻ്റെ പണിയൊക്കെ പകുതി കേട്ടോ. ഞാനപ്പോൾ ക്ലീനിങ്ങിൻ്റെ പരിപാടിയിലും അച്ഛനും അമ്മയും കിച്ചണിലെ പരിപാടികളാണ്. ഉച്ചയ്ക്കുള്ള ഉപ്പേരിയും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ പായസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം പായസപ്പണിയിൽ ഏകദേശം തേങ്ങയൊക്കെ ചേരാൻ തുടങ്ങി. അപ്പുറത്ത് അരിയൊക്കെ വെന്തു കേട്ടോ. അരിയും അതേപോലെ തന്നെ ബെല്ലൊക്കെ വെച്ച് അതൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. കുക്കറിലിട്ട് അടിച്ചാൻ തോന്നുന്നുണ്ട്. നല്ല എന്താ പറയുക കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള ബാക്കി കാര്യങ്ങളും നോക്കണം. അപ്പോൾ എനിക്ക് തുടയ്ക്കാനൊക്കെ ഉണ്ട്. പറഞ്ഞില്ലേ ക്ലീനിങ്ങിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ വീട് മൊത്തം അടിച്ച് തളിച്ച് വൃത്തിയാക്കുകയാണെങ്കിൽ ഒരു ദിവസം വേണം. ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ആക്കി പോകണമെങ്കിൽ പോലും എങ്ങനെയാണെങ്കിലും 2-3 മണിക്കൂർ വേണം കേട്ടോ. അപ്പോൾ അതാ അച്ഛൻ 1-ാം പാൽ എടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ നല്ലോണം പിഴിഞ്ഞുണ്ടാക്കുകയാണ്. എന്നിട്ട് മാറ്റി വെക്കും. അതിന് ശേഷം മിക്സിയിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തരച്ചിട്ട് 2-ാം പാൽ ഉണ്ടാക്കി വെക്കുമല്ലോ അങ്ങനെ. അപ്പോൾ അതിൻ്റെ പരിപാടികൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനാദ്യം വിചാരിച്ചു പായസം വെക്കണം പറഞ്ഞിരുന്നു. അപ്പോൾ അട മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അച്ഛനും അമ്മയൊക്കെ ഡയബറ്റിക് ആയതുകൊണ്ട് അവർ പറഞ്ഞു അട മേടിച്ചുകൊണ്ടെന്നാൽ ഞങ്ങൾക്ക് ആർക്കും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്തു, അട വേണ്ടാന്ന് വെച്ചിട്ട് ഈ പായസം ആക്കിയിട്ടു. എനിക്ക് പിന്നെ ഏത് പായസമാണെങ്കിൽ ഓക്കെയാണ്, ഇഷ്ടമാണ്. പിന്നെ ഇത് ഏലക്കായ പൊടിച്ച് മാറ്റി വെക്കുകയാണ്. ഈ ഏലക്കായ ഉണ്ടല്ലോ, ഏട്ടൻ കഴിഞ്ഞ ദിവസം ബാങ്കിൻ്റെ ഒരു കോൺടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് മൂന്നാർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടിയതാണ് ഇങ്ങനത്തെ ഈ ഒരു ബോക്സിൽ ഏലക്കായ, മൂന്നാറത്തെ ഏലക്കായ, അതേപോലെ തന്നെ പിന്നെന്തായിരുന്നു 3 സാധനങ്ങളുണ്ടായിരുന്നല്ലോ, അയ്യോ മറന്നുപോയി. നമ്മുടെ ജാതിക്കയല്ലല്ലോ, ഗ്രാമ്പു, പിന്നെ വേറെന്തൊരു സാധനം കൂടെ, കുരുമുളക്. ഈ ഒരു 3 ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പം അതെടുത്ത് വെച്ചാണ്. പിന്നെ അതാ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് മാറ്റി വെച്ചു. ഈ മുന്തിരിക്ക് എന്താണെന്ന് അറിയില്ല, ഒരു ഡാർക്ക് കളറൊരു മുന്തിരി കേട്ടോ, അങ്ങനെ നോർമലി കാണുന്ന കളറല്ല. പിന്നെ നമ്മൾ പായസത്തിലേക്ക് ഇടാനായിട്ട് ചുക്കും അതേപോലെ തന്നെ ജീരകവും പിന്നെന്തായിരുന്നു പറയുമ്പോൾ എനിക്ക് കിട്ടുകയില്ല, ഏലക്കായ, ഇതൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് ചേർക്കും. പിന്നെ അതേപോലെ നമ്മൾ ആദ്യം മറ്റേ 2-ാം പാൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 1-ാം പാലും ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഈ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് വെച്ചതും പിന്നെ ആ പൊടിച്ചൊക്കെ കൂടെ ചേർത്ത് ഇളക്കി വെച്ചപ്പോൾ നല്ല അടിപൊളി നല്ല രുചിയുള്ള പായസമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ശരിക്കും നല്ല രസമുണ്ടായിരുന്നു. ഞാനൊക്കെ നന്നായിട്ട് കുടിച്ചു. പിന്നെ ഞങ്ങൾ കുടിച്ച് കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും കുടിക്കാനൊക്കെ അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചു കേട്ടോ. അപ്പം ഓരോ പണികളും നടക്കും, അതിൻ്റെ ഇടയിൽ ഞങ്ങളിത് കഴിക്കുകയും ചെയ്തു. അതുകൊണ്ട് പായസം വയറ് നിറച്ച് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ചോറുണ്ടത് 2:30 ടൈപ്പാട്ടോ. വിശപ്പേ വന്നില്ല, നല്ലോണം കണ്ടോ ഒരു പ്ലേറ്റൊക്കെ അവിടെ ഒളിപ്പിച്ചിട്ടുള്ളത്. അപ്പം എല്ലാവരും നല്ലോണം പായസം കഴിച്ചിട്ട് ആർക്കും വിശന്നില്ല. അപ്പോൾ ഇരുന്നിട്ട് നിച്ചോട്ടിന് അങ്ങനെ പൊതുവേ പായസം കുടിക്കാറില്ല കേട്ടോ. അവൻ കുറച്ചൊക്കെ പായസം കുടിച്ചു. എന്താണെന്നറിയില്ല, പൊതുവെ അവന് മധുരം ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും മിഠായിയോ ഫ്രൂട്ട്സോ അങ്ങനത്തെ കാര്യങ്ങൾ, അതേപോലെ കടിയൊക്കെ കൊടുക്കുന്ന സമയത്ത് ഞാൻ മാക്സിമം കറി കൂട്ടി കൊടുക്കാൻ നോക്കും. അപ്പോൾ കുറച്ച് മടിയാണ്. പക്ഷെ ഇത്തിരി പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ അവൻ വലിയ കുഴപ്പമില്ലാണ്ട് കഴിച്ചോളും. പക്ഷെ എപ്പോഴും പഞ്ചസാര കൊടുക്കേണ്ട വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും, കറി നമ്മളെടുക്കണ കറി ഉണ്ടല്ലോ, അപ്പം ഇഡ്ഡലി ആണെങ്കിലും സാമ്പാറാണെങ്കിൽ അത് കൊടുത്തു നോക്കും. പക്ഷെ കഴിപ്പിക്കാൻ ഭയങ്കര പാട് വെച്ചാൽ എൻ്റെ ക്ഷമയ്ക്ക് ഇങ്ങനെ നശിച്ച് അങ്ങനെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ പഞ്ചസാര ആണെങ്കിൽ ഓക്കെ കേട്ടോ. പക്ഷെ അങ്ങനത്തെ ആൾ എന്താണെന്നറിയില്ല, പായസം അങ്ങോട്ട് താല്പര്യമില്ല. അപ്പം അമ്മ അങ്ങനെ വിളിച്ചുകൂട്ടി കൊണ്ടുപോട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. കറണ്ട് പോയോ? അയ്യോ കറണ്ട് പോയല്ലോ, അതാ TV ഇറക്കിയാത്ത. എനിക്ക് പായസം വേണ്ടേ? വേണം, കുറച്ച് പായസം കുടിച്ചോ. കൈ എങ്ങടാണത്? അച്ഛോ ഇത് തണുത്തായിരുന്നല്ലോ. ചോ പായസം വേണ്ടടാ. അതെന്താ അത്? പായസം പറ. പിന്നെ ആ ടേബിളിലിരിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ,
ഇവിടെ ഗ്ലാസ്സുകളെ കൊണ്ട് തല്ലാണ്. ഞാൻ ഇങ്ങനെ ഏട്ടൻ എന്ത് ചെയ്യും, ഇടയ്ക്ക് പോയിട്ട് സാധനമൊക്കെ ഞങ്ങൾ മിക്കവാറും 7 days എന്നായിരിക്കും കേട്ടോ സാധനം മേടിക്കുക. അപ്പോൾ ഞാൻ സാധനം മേടിച്ച് വരുമ്പോൾ ഉണ്ടാവും ബില്ല് ചെയ്യാൻ നേരത്തെ ഏട്ടൻ വേറൊരു പാക്കുമായിട്ട് വരുന്നത്. ഇങ്ങനെ ഏട്ടൻ എന്താണെന്നറിയില്ല, ആരോ കൈവശം കൊടുത്താണോ അറിയില്ല, ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ കണ്ടെയ്നർ ഇട്ട് വെക്കുമല്ലോ നമ്മൾ, അതേപോലത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും വെറൈറ്റി ഗ്ലാസ്സൊക്കെ ഇങ്ങനെ മേടിച്ചുകൊണ്ട് വരും. ചിലപ്പോൾ ജ്യൂസ് കുടിക്കാനാ ഗ്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടെ മറ്റേ കപ്പും സോസറും കൂടെ വരില്ലേ, അത് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ അറിഞ്ഞിട്ടല്ല കേട്ടോ, ഞാൻ ബില്ല് ചെയ്ത് നോക്കുമ്പോൾ ഏട്ടൻ ഇതുമായിട്ട് വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഏട്ടൻ എന്തിനാ ഏട്ടാ ഇത്, നമുക്കിത് വേണ്ട തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. ഏട്ടൻ പറഞ്ഞു അതൊന്നും പറ്റില്ല, അവരെ കൊണ്ട് കഷ്ടപ്പെട്ട് പാക്ക് ചെയ്യിച്ചാണ് എടുത്തേ പറ്റുള്ളൂ എന്നിട്ട് അങ്ങനെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ആ കപ്പും സോസറിലാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഇൻട്രൊഡക്ഷനിൽ ചായ കുടിക്കുന്നില്ലേ, ആ കപ്പായിരുന്നു അത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇത് കുറച്ച് ഗ്ലാസ്സൊക്കെ എടുത്തിട്ട് ഇപ്പം തന്നെ പരിപാടി വെച്ചാൽ നമ്മുടെ ഗപ്പിക്കുളം ഉണ്ടല്ലോ, ആ കുളത്തു നിന്ന് കളർഫുള്ളായിട്ടുള്ള മീനുണ്ടല്ലോ, കളറുള്ള ഗപ്പി വാലുള്ള അതിനെ നോക്കി പിടിക്കും. അത് ഭയങ്കര കുറവാട്ടോ, അവർ മേലേക്ക് പൊന്തുന്നേയില്ല. നമ്മളെ നാടൻ ഗപ്പികളൊക്കെ ഇങ്ങനെ കുളത്തിൽ കൂടെ ഇങ്ങനെ അടിയിൽ കൂടെ പോകുന്നതാണ്, അല്ല മേലെ കൂടെ പൊന്തി വരും. പക്ഷേ ആ കളറുള്ളതിന് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അങ്ങനെ ഒരു ദിവസം ഇരുന്ന് കുറേ നേരം ഇരുന്നിട്ട് ഇങ്ങനെ എന്താ പറയുക പിടിച്ച് കുറച്ചെണ്ണത്തിന് കിട്ടി. അപ്പോൾ അതിനെ കൊണ്ടിട്ട് ഞാനിങ്ങനെ ഓരോ ഗ്ലാസ്സിലാക്കി ഇട്ട് വെക്കും. എന്തായാലും ഗ്ലാസ് വെറുതെ അവിടെ അലമാരി ഇരിക്കുക. അപ്പോൾ ഞാൻ വെച്ചു വല്ല മീനുകൾക്കെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഗ്ലാസ്സിൽ എന്തെങ്കിലും കുറച്ച് മണി പ്ലാന്റ് മുറിച്ചിട്ടിട്ട് അതിൽ മീനിട്ട് വെച്ചാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇതാ എല്ലാവരും പായസം കുടിച്ചപ്പോഴത്തേക്ക് നല്ല അടിപൊളി മഴ പെയ്തു. ഇപ്പോഴത്തെ ഒരു ഗുണം എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ എനിക്ക് നനയ്ക്കാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് ഇപ്പോൾ നമുക്ക് ചെടികളൊന്നും ഇല്ലെങ്കിലും എല്ലാത്തിനും നനയ്ക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് എന്തായാലും 3/4 മണിക്കൂറാണ്. മെയിനായിട്ട് നമ്മുടെ പുല്ലുണ്ടല്ലോ, ആ ഒരു മുൻവശത്തെ പുല്ല് നനയ്ക്കാൻ ഒരുപാട് സമയം വേണേ. പക്ഷേ ഇതായത് കൊണ്ട് ഇത് മറന്നു പോയല്ലോ, മഴ പെയ്താൽ ഭയങ്കര ലാഭം, അത്രയും സമയം ലാഭിക്കാം. പിന്നെ നമ്മൾ നനയ്ക്കണ്ടല്ലോ, പെട്ടെന്ന് പണി കഴിയും, കുഴപ്പമില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ഇതൊക്കെയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, പപ്പടം കാച്ചി, സാമ്പാറുണ്ടായിരുന്നു, പുളിയിഞ്ചി ഉണ്ടായിരുന്നു, നല്ല കാന്താരി ഉണ്ടോ ഉപ്പിലിട്ട കാന്താരി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. നിച്ചൂടെ നല്ലൊരു ഉറക്കത്തിലാണ്. ഇനി കുറച്ച് നേരം അങ്ങോട്ട് ഉറങ്ങിക്കോളും. ഞാനൊന്ന് കത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ പുറത്തോടെ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ഇപ്പം ഞാൻ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് നമ്മുടെ ഡെർമാക്കോയുടെ ഒരു മോയ്സ്ചറൈസറാണ്. ഒരു 2 മാസമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ നല്ലതാണ്. മിക്കവാറും എല്ലാ സ്കിൻ ടൈപ്പിലും യൂസ് ചെയ്യാന്ന് പറയുന്നത്. നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കും. അതേപോലെ തന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പൊ ഞാനിപ്പം ഈ ഒരു മോയ്സ്ചറൈസറിനാണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ തന്നെ നമുക്ക് ഓരോ സ്കിൻ ടൈപ്പുകളുണ്ട്. ഇപ്പം ഓയിലി സ്കിന്ന്, ഡ്രൈ സ്കിന്ന്, കോംബിനേഷൻ സ്കിന്ന്, അപ്പൊ അത് നോക്കി മേടിക്കണം കേട്ടോ. അപ്പൊ എന്റെ ഓയിലി അങ്ങനെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് നമ്മുടെ പോൺസിന്റെ BB ക്രീം ആണ്. അടുത്ത ഏതാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇത് കുറെ കാലം യൂസ് ചെയ്ത അനുഭവങ്ങളൊന്നുമില്ല. ഇപ്പൊ ഫസ്റ്റ് ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നോക്കുന്നേ ഉള്ളൂ എങ്ങനെയുണ്ടെന്ന്. പോൺസ് BB ക്രീം ഇതില് നമ്മുടെ SPF 30 അതുപോലെ തന്നെ PA++ ഉണ്ട്. പിന്നെ ഇതില് വിറ്റാമിൻ എൻറിച്ച്ഡ് ക്രീം ആൻഡ് ലൈറ്റ് വെയിറ്റ് ഫൗണ്ടേഷൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇൻസ്റ്റന്റ് സ്പോട്ട് കവറേജ്, അതുപോലെ തന്നെ മേക്കപ്പ് ഗ്ലോ. നമുക്ക് ഓവറായിട്ട് വലിയ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഈ കുറച്ചെടുത്താൽ തന്നെ ഒരു നമുക്ക് ചെറിയൊരു എന്താ പറയുക ഫേസ് ഒന്ന് ബ്രൈറ്റൻ അപ്പ് ആവില്ലേ, ഈ സൈഡ് ഉണ്ടോ അതേപോലെയൊക്കെ ആവുന്നുണ്ട്. ഇത് ഞാൻ ഫേസിന് അത്രയായിട്ട് ഷോദിന് ഇപ്പൊ എടുത്തു വെക്കാനും പറ്റില്ലല്ലോ. ഇപ്പൊ തൽക്കാലത്തേക്ക് കുറച്ച് എമൗണ്ടിൽ സാധനം മതി കേട്ടോ. എന്തായാലും എനിക്കിപ്പോ എടുത്ത് ഞാൻ കുറെ സമയം വേണ്ടി, അതുകൊണ്ട് എനിക്ക് അവിടെ ജസ്റ്റ് തേച്ച് വെച്ചാണ്. നല്ല മണം, ഇത്ര നല്ലതാണ് കണ്ടോ. അങ്ങനെ സ്പോട്ട് കവറേജിൽ ചെറിയ നമുക്ക് സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആക്കുന്നുണ്ട്, കൊള്ളാം. പിന്നെ ഞാൻ ഈ ഒരു ലിപ് ബാം ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിൽ SPF വരുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ പിന്നായിട്ടുള്ള ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ ലിപ് ബാമോ യൂസ് ചെയ്യാം. എന്താ വെച്ചാൽ നമുക്ക് എന്റെ ലിപ്സ് അത്യാവശ്യം പിഗ്മെന്റഡ് ആണ്. അപ്പോൾ പിഗ്മെന്റേഷൻ ഒക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഡെർമാക്കോന്റെ ഈ ഒരു SPF 30 വരുന്ന ഒരു ലിപ് ബാം പറയുന്നത്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് അവിടേക്ക് ഈ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് ഏതിന്റെ ലിപ്സ്റ്റിക് ആയിരുന്നു, ഷുഗറിന്റെ ലിപ്സ്റ്റിക് ആണ്. എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ആണ്. നമുക്ക് ഓവറായിട്ട് അങ്ങനെ കിട്ടുമെന്നൊന്നുമില്ല. നമ്മുടെ സ്കിന്നുമായിട്ട് അല്ലെങ്കിൽ ആ ലിപ്സിന്റെ സെയിം കളറാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ലിപ് ബാം ആണ് ഇഷ്ടമെങ്കിൽ ഈ ഒരു ഷുഗറിന്റെ ലിപ് ബാം യൂസ് ചെയ്യാം കേട്ടോ. ഇതിൽ ചെറിയ ടിൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതുണ്ടോ, ഇത് ഞാൻ പുതുതായിട്ട് മേടിച്ചിട്ടുള്ളതാണ്. നല്ല ലിപ് ബാമാണ് കണ്ടോ. അത്യാവശ്യം നല്ല പിഗ്മെന്റ് ഒക്കെ ഉണ്ട്. ഈ ഒരു കളറിൽ പിഗ്മെന്റ് ഉണ്ട്. ഈ സെയിം കളറാണ്. അപ്പൊ നിങ്ങൾക്ക് പിഗ്മെന്റ് ഉള്ള കളറുള്ള ലിപ് ബാം ഇഷ്ടമാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് കേട്ടോ. ഇത് ഷുഗറിന്റെ ആണ്. പിന്നെ ഇപ്പൊ എന്താ, ഇനി ഞാൻ ഐബ്രോസ് ചെറുതായിട്ട് നേരത്തെ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളി കഴിഞ്ഞിട്ട് മേക്കപ്പ് ചെറുതായിട്ടൊന്ന് കുരുവൊക്കെ ഇടിയായിരുന്നു കേട്ടോ. അപ്പൊ പിന്നെയാണ് ടൗണിൽ പോകാൻ തീരുമാനിച്ചത്. അപ്പൊ ഒന്ന് കുറച്ചും കൂടെ അധികം മേക്കപ്പ് ഇടുന്നുള്ളൂ.
അപ്പോൾ ഈ ഒരു ഐബ്രോ പെൻസിൽ ഇതിൻ്റെ ഇത് മിസ് ക്ലെയറിൻ്റെയാണ്, വാട്ടർ പ്രൂഫ് നമ്മുടെ ഐബ്രോ പെൻസിൽ ഉണ്ട്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു കൊളോസൽ കാജലാണ്. ഇത് മെബലൈൻ്റെ കാജലാണ്, പണ്ടേ ഞാൻ യൂസ് ചെയ്യാറുള്ളതാണ്. ഇതിൻ്റെ പുതിയ ആയിട്ടാണ്, വീണ്ടും മേടിച്ചാണ് ഇത്. അതേപോലെ തന്നെ ഫേസസ് കാനഡേൻ്റെ ഇതൊക്കെയാണ് കൂടുതൽ ഞാൻ ഉപയോഗിക്കാറുള്ള കുറച്ച് കാജൽ എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റായിട്ട് ഞാൻ കൊടുക്കുന്നു. വാട്ടർ പ്രൂഫ് ആണ് ഈ കാജൽ എന്ന് പറയുന്നത്. ഐലൈനർ ഒന്നും ഇല്ല. അപ്പൊ ഈ ഒരു കാജലും കൂടെ ഇരിക്കുന്നത്. ഇതെന്താ 110, 105 താഴെ കേട്ടോ ഇതിന്റെയൊക്കെ ഏകദേശം റേറ്റ് വരുന്നത്. പിന്നെ ലിപ് ലൈനർ, ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് ലൈനർ ആണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഒരു ലിപ് ലൈനർ ആണ് കേട്ടോ. പണ്ട് എൻ്റെ അടുത്തുണ്ടായിരുന്നു. പിന്നെ അത് യൂസ് ചെയ്യുമ്പോൾ കുറേ ആയിട്ട് ഞാൻ കുറെ മുൻപ് മേടിച്ചത്. അപ്പൊ എനിക്ക് ചെറിയ അലർജി പോലെ ഇല്ല. അപ്പൊ ഞാൻ അത് ഒഴിവാക്കിയിട്ട് പുതിയ തന്നെ ഓർഡർ ചെയ്താണ്. പക്ഷെ 2 ഒരുമിച്ച് മേടിക്കണം. നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമുക്കത് ആമസോൺ ഉണ്ട് കേട്ടോ. ഇന്നപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റും നമ്മൾ ആമസോണാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ആമസോണിൽ എന്തെങ്കിലും സെയിൽസും അങ്ങനത്തെ സംഭവങ്ങൾ മേടിച്ചാൽ മതി. ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ പൊട്ട് വെക്കണം, ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം, ഹെയർ മുടിയൊക്കെ ഒന്ന് കെട്ടിയിട്ട് പോകണം. അപ്പൊ അതൊക്കെ ഇട്ടിട്ട് മേക്കപ്പ് ചെയ്താൽ വെളിച്ചെണ്ണ ഇങ്ങനെ ഇരിക്കും. പിന്നെ ഈ ഒരു നെയിൽ പോളിഷ് പോയിട്ടായിരുന്നു. അപ്പൊ ഇത് ഞാൻ അവിടെ തന്നെ എടുത്താണ്. ഈ ഒരു സെയിം നെയിൽ പോളിഷ് ആണ്. അയ്യോ, ഓക്കെ. ഇത് പോയോണ്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. ചൂട്ടോടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്, നല്ല ഉറക്കാണ്. ഇന്ന് ഉറക്കം ശരിയാവാത്തത് കൊണ്ട് രാവിലെ മുതലേ അവൻ ഉറങ്ങിയിട്ടില്ല. ഇപ്പൊ വൈകുന്നേരം നേരത്തേക്ക് ഉറങ്ങുന്നത്. അവിടെ നല്ല സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു സൗണ്ടൊക്കെ ആയിട്ട് ചിലപ്പോ അവ വേഗം എണീച്ച് തന്നെ. ഇതിപ്പോ ഒരു 3 ദിവസമൊക്കെ ആയിട്ടിട്ട് 3 ദിവസം ആയപ്പോഴത്തേക്ക് ചെറുതായിട്ട് പൊളിഞ്ഞു വന്നിട്ട് അത്രയൊക്കെ നിൽക്കുള്ളൂ കേട്ടോ. നമ്മളെന്തെങ്കിലുമൊക്കെ പണിയൊക്കെ എടുക്കുമ്പോഴാണെങ്കിൽ പെട്ടെന്ന് പൊളിഞ്ഞു പോകും. കാലിൽ അങ്ങനെ പോയില്ല, പക്ഷെ കയ്യിൽ എന്താണെങ്കിലും നെയിൽ പോളിഷ് അത്യാവശ്യം പെട്ടെന്ന് പോകാത്ത. ചിലതൊക്കെ മേടിച്ച് ഞാൻ ഇട്ട് ഞാൻ വൈകുന്നേരത്തേക്ക് തന്നെ ഇങ്ങനെ സൈഡൊക്കെ പോയി തന്നു. പക്ഷെ ഇത് 3 ദിവസം കൊണ്ടാണ് പോയിട്ടുള്ളത്. അപ്പൊ ഇതാ ഈ ഒരു സെയിം കളർ നെയിൽ പോളിഷാണ് കേട്ടോ. എന്തായാലും ലിങ്ക് വേണമെങ്കിൽ ഇതിന്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് ഇതിന്റെ തന്നെ വേറൊരു ലൈറ്റ് കളറാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് തന്നെയാണ്. ഇതിന് വലിയ വില തോന്നുന്നുണ്ട്. ലാഗ്മേൻ്റെ ആണ്. കളർ ഫ്രഷ് ട്രൂ വിയർ 103 ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഞാൻ അടുത്ത പ്രാവശ്യം വീണ്ടും കാണിച്ചു തരാം. ഇപ്പൊ ഇതാ ഇട്ടിട്ടുണ്ട്. വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് നേരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കണ്ടിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായത് കേട്ടോ. അപ്പോൾ നമ്മളെ ലിപ് ബാമിൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് എടുത്താണ് ഞാൻ കാണിച്ചില്ല. ഷുഗറിൻ്റെ ലിപ്സ്റ്റിക്ക് അത്. പിന്നെ നമ്മൾ ആ ഒരു BB ക്രീം യൂസ് ചെയ്തിട്ടുള്ള മുഖത്തിൻ്റെ കോലം എന്താ ഇങ്ങനെ ഇരിക്കും. ആ ഒരു ഫൗണ്ടേഷൻ്റെ ലുക്കൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് BB ക്രീം, പക്ഷേ BB ക്രീം ആണല്ലോ. അപ്പം ജസ്റ്റ് നമുക്ക് ആ ഒരു ഫേസിന് ബ്രൈറ്റ്നസ് ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ആ ഒരു പുട്ടി ലുക്ക് ഉണ്ടാവില്ല, അങ്ങനെ തന്നെ ഉണ്ടാവും. ഞാൻ വളരെ കുറച്ച് അങ്ങോട്ട് എടുത്തുള്ളൂ കേട്ടോ. എടുത്തപ്പോൾ കുറച്ച് കൂടുതലായി ഞാനിപ്പോൾ കളയുക ചെയ്തിട്ടുള്ളത്. പിന്നെ അതാ ആ ഒരു ഐബ്രോ പെൻസിൽ ഇങ്ങനെ നമ്മുടെ കാജൽ എങ്ങനെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കും. പിന്നെ ഞങ്ങൾ ടൗണിലൊക്കെ പോയിരുന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ വെച്ചു. ചായയും അതേപോലെ തന്നെ സ്വീറ്റ് പബ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നേ, അതും കൂടെ കഴിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് പെട്ടെന്ന് നൂഡിൽസ് കഴിക്കാൻ ആഗ്രഹം. അപ്പം നൂഡിൽസ് ഒന്നും കഴിക്കാൻ പാടില്ല, നൂഡിൽസ് അതേപോലെ തന്നെ നമ്മുടെ ലേസ് ഒന്നും കഴിക്കാൻ പാടില്ല എനിക്ക് നല്ലോണം അറിയാം. എന്നാൽ എനിക്ക് കാണുമ്പോൾ ഒരു കൊതി വന്നാൽ നമ്മൾ മാസത്തിൽ സാധനം എടുക്കുമ്പോൾ ഞാൻ ഒരു പാക്ക് ഓരോന്ന് വെച്ച് കൊടുക്കും കേട്ടോ. നിച്ചോട്ട് കൊടുക്കൂല കേട്ടോ. നിച്ചോട്ട് ഞാൻ പറയും നിച്ചോട്ട് വലുതാവുന്നവരല്ലേ, അവൻ വലുതായി കഴിഞ്ഞാൽ പിന്നെ വാശി പിടിക്കുമല്ലോ. അപ്പോൾ ഞാൻ മേടിക്കില്ല ഏട്ടാ, ഇപ്പം മതി എന്നൊക്കെ കൊണ്ട് ഞാൻ എടുക്കുന്നതാണ്. അപ്പം എൻ്റെ ലേസൊക്കെ ഞാൻ കഴിച്ചു കഴിഞ്ഞ്. അപ്പോൾ ഈ ഒരു നൂഡിൽസ് ജസ്റ്റ് ഉണ്ടാക്കി, ആർക്കും വേണ്ട, ഇതൊന്നും ആർക്കും താല്പര്യമില്ല. അതൊക്കെ ഞാൻ തന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. അപ്പം ഏട്ടനോട് വേണമെന്ന് വെച്ചപ്പം ഏട്ടന് വേണ്ട, ഏട്ടന് വലിയ നൂഡിൽസ് താല്പര്യമൊന്നുമില്ല. അപ്പോൾ അതും കഴിച്ച് വൈകുന്നേരം ഇപ്പം ഇങ്ങനെ ഇരിക്കാൻ രസമാണ്. ആ ഒരു മഴ പെയ്തേം കൊണ്ട് ചെറിയ തണുപ്പുണ്ട്. പിന്നെ ഇപ്പോൾ വൃശ്ചിക മാസമൊക്കെ ആയല്ലോ, അതിൻ്റേതായിട്ടുള്ള തണുപ്പൊക്കെ ഉണ്ട്. രാത്രി നല്ല പുറത്തിറങ്ങും നമുക്ക് തണുപ്പ് അറിയാണ്ടേ. പക്ഷേ പകലൊക്കെ വെയിലിന് പെരും ചൂടാണ്. രാവിലെയും അതേപോലെ വൈകുന്നേരം സന്ധ്യ ആയി കഴിഞ്ഞാലൊക്കെ പുറത്ത് നല്ലൊരു തണുപ്പുണ്ട്. ഉള്ളിലേക്ക് വലിയ തണുപ്പൊന്നും അങ്ങനെ അറിയാനില്ല. നമ്മുടെ മേലേക്കൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഏട്ടനിതാ വൈകുന്നേരത്തെ കുറച്ച് നേരം നടക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മുറ്റത്ത് കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തേരാപ്പാര നടക്കുന്നുണ്ട്. അതപ്പോൾ ഞാൻ പറഞ്ഞു വെറുതെ തേരാപ്പാര നടക്കണ്ട, കുറച്ചും കൂടി ഒരു വർക്കൗട്ട് ആയിക്കോട്ടെ വെച്ചിട്ട് ആ പുല്ലൊക്കെ ജസ്റ്റ് പൊന്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ പുല്ലിൻ്റെ ഇടയിൽ കൂടെ കാടുണ്ടാവില്ല, അപ്പോൾ കടവലത്തൊക്കെ പൊന്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യണമെന്നിട്ട് മെഷീൻ കൊണ്ട് ഓടിക്കണ്ട. അപ്പോൾ ഏട്ടൻ അതുകൊണ്ട് ഓടുകയാണ്. ഞാനപ്പോൾ അപ്പം തന്നെ അടിച്ചു വരാം, കാരണം അടുത്ത മഴയ്ക്കുള്ള സ്കൂള് കാണുന്നുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോയി ഭയങ്കര കഷ്ടമാണ് അടിച്ചു വരാനായിട്ട്. ആ പുല്ലിങ്ങനെ കുഞ്ഞു കുഞ്ഞു പുല്ലല്ലേ, അടിച്ചാൽ കിട്ടില്ല. അപ്പോൾ ഏട്ടൻ കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ അടിച്ചു വാരി അങ്ങോട്ട് പോവാണ്. അപ്പോൾ അത് ക്ലീൻ ആയിരിക്കുമല്ലോ.
പിന്നെ എത്ര ഇട്ടെന്നറിയോ, എന്നും നമ്മൾ ഇതാക്കിയിട്ടാലും ഇപ്പോൾ അപ്പുറത്തുള്ള ചപ്പ് ഇങ്ങനെ വീണിട്ട് പുല്ല് ഭയങ്കര വൃത്തികേടാവും കാണാനായിട്ട്. മുറ്റത്ത് ചപ്പ് വീണ് അത്രയും വൃത്തികേടില്ല, പക്ഷേ ഈ പുല്ലിലുണ്ടല്ലോ ചപ്പ് വീണെടുക്കുമ്പോൾ കണ്ടോ ഭയങ്കര വൃത്തികേടാണ്. അതിൻ്റെ ഇടയ്ക്ക് ടോബോ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അവനെ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്തൊന്ന് അഴിച്ചു വിടും. അപ്പോൾ അവനും ഇഷ്ടമാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുക, എന്തൊക്കെയോ കാണിച്ച് നടക്കുന്നുണ്ട് ടോബോയും. നീച്ചോട്ടൻ എണീച്ചിട്ടില്ല. അപ്പോഴേക്കും അമ്മ വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും വന്നപ്പം അവർക്കുള്ള പായസം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അച്ഛമ്മയ്ക്കുള്ള പായസം കൊടുത്തു കേട്ടോ. അപ്പം അച്ഛൻ എവിടെയോ പോയി വന്നതാണ്. അപ്പോൾ അച്ഛൻ വന്നവിടെ എന്ത് ചെയ്തു, വണ്ടി പുറത്ത് വെച്ചിരിക്കും കേട്ടോ ഗേറ്റിൻ്റെ. ടോബോയ്ക്ക് എന്താണെന്നറിയില്ല, സ്കൂട്ടീൻ്റെ അതുപോലെ തന്നെ സ്കൂട്ടി എടുക്കുന്നത് തീരെ ഇഷ്ടമല്ല. ഇവിടെ ഞാൻ പറയില്ല, ഇവിടുന്ന് സ്കൂട്ടി എടുക്കുമ്പോൾ അവ കൂട്ടിക്കിടന്ന് ഭയങ്കര ഒച്ചപ്പാടായിരിക്കും. അതേപോലെ ബൈക്കിനോടൊക്കെ ഒരു പ്രത്യേക എന്തോ ആണ്, അവന് ഇഷ്ടമല്ലായിട്ടാന്ന് തോന്നുന്നു. അപ്പം അച്ഛൻ പുറത്ത് വണ്ടി വെച്ചിട്ട് ഉള്ളിക്ക് കയറി വന്നാണ്. ചൂടിനപ്പോഴേക്ക് എണീറ്റ് അച്ഛൻ്റെ കൂടെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏട്ടനെന്തോ കാര്യമായ ഫോൺ വിളിയാണ്. അങ്ങനെ വൈകുന്നേരം 2 അച്ചച്ചന്മാരും അമ്മമ്മയും അച്ഛമ്മയും. അവന് സുഖമല്ലേ, അവനിങ്ങനെ കൊണ്ടുനടക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവന് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ കറങ്ങി നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ വൈകുന്നേരമൊക്കെ ആയപ്പോൾ നമ്മൾ വിളക്ക് വെച്ചു. അപ്പോഴാണ് ഞങ്ങൾക്ക് പെട്ടെന്നൊരു പ്ലാൻ, എന്തുണ്ടാക്കാം. നമ്മൾ ഏട്ടൻ കുറേ മുന്നേ പറയും തന്തൂരി ചിക്കൻ ഉണ്ടാക്കണം, എയർ ഫ്രയർ ഇവിടെ ഉണ്ട്, ഓവനുണ്ട്, നിനക്കിതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ ചോദിക്കും. ആക്ച്വലി ഞാൻ ഇതൊരു ഉണ്ടാക്കി നോക്കിയിട്ടില്ല അതിൽ. അപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചിക്കൻ മേടിക്കാനൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ ഏട്ടന് പോകാൻ വേണ്ടിയിട്ട് അന്ന് വൈകുന്നേരം പോയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വേണ്ടാന്ന് വെച്ചപ്പം വീണ്ടും എന്ത് സംഭവിച്ചു, അച്ഛ വന്ന സമയത്ത് വീട്ടിലേക്ക് ഇറച്ചി മേടിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചേച്ചി വീഡിയോ കോൾ വെച്ചപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക കണ്ടോ. ചാരു ഭയങ്കര വികൃതിയാണ്. അച്ഛന് നല്ലോട്ടോ ഉപദ്രവിക്കും ചാരുട്ടി. അപ്പം നമ്മൾ പറഞ്ഞത് ചിക്കൻ്റെ കഥ. ചിക്കൻ വീട്ടിലേക്ക് അച്ഛൻ മേടിച്ചപ്പം എന്നാൽ പറഞ്ഞു നമുക്ക് 4 കഷ്ണം എടുത്തിട്ട് പരീക്ഷിച്ച് നോക്കാം, കുറേ മേടിക്കണ്ട. എന്നാൽ ഏട്ടൻ പറഞ്ഞു വേണമെങ്കിൽ ഓക്കെ നിനക്ക് ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ പോയി മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് അറിയില്ലല്ലോ, ഇങ്ങനെ ഇതിൽ എയർ ഫ്രയറിലൊന്നും വെച്ച് നോക്കിയിട്ടില്ല, വേവോ എന്താ അവസ്ഥ എന്നറിയില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്നുള്ളതിന് 3-4 പീസ് എടുത്ത് പരീക്ഷിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തു, വീട്ടിലേക്കുള്ളത് ഇറച്ചിയിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചേ. അപ്പോൾ ഇത് ഞാൻ കസൂരി മേത്തി അന്ന് 7 days മേടിച്ചതാണ്. അപ്പോൾ അതും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു, ഇന്നത് ആവശ്യമായിട്ടുണ്ട്. ഞാനിങ്ങനെ വീഡിയോസൊക്കെ നോക്കിയപ്പം തന്തൂരി ചിക്കൻ മസാലയിൽ ആ ഒരു കസൂരി മേത്തിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് തൈര് എടുക്കുന്നു. തൈരയിലേക്ക് ഞാൻ നമ്മുടെ ചുവന്ന മുളക് പൊടി ഉണ്ടല്ലോ, അതും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടുള്ള ഇതിന് പ്ലാനായിട്ടാണ്. ഇതൊന്നുമില്ല, കുറേ ഡിഷസ് കാണുമ്പോഴേ അത് മേടിച്ചിട്ടോ. തന്തൂരി ചിക്കനായിട്ട് മേടിച്ചതല്ല, സ്പീഡ് കൂടിയും. ഒരു മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ചെറുനാരങ്ങ നീര് അതും കൂടെ പിഴിഞ്ഞൊടിച്ചു. പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണേ. ഞാനിത് കഴിഞ്ഞിട്ടാണ് മറന്നുപോയി, അപ്പോൾ വീണ്ടും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു കസൂരിമേത്തി ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഞെവിടി ഇതാക്കിയിട്ട് പൊടിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ടു. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ ഇറച്ചി പീസുകൾ, നല്ല വലിയ പീസാണ് വേണ്ടത്, നമ്മുടെ കാലിലെ പീസൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. നെക്സ്റ്റ് ടൈം അത് ട്രൈ ചെയ്യണം. അപ്പോൾ എന്തായിരുന്നു, അല്ലാതെ നോർമൽ പീസില്ലേ, ഞാൻ പറഞ്ഞില്ല വീട്ടിലേക്ക് കറിക്കട്ട് മേടിച്ചിട്ടുള്ള ഇറച്ചിയാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ ഒരു 2-3 മണിക്കൂറൊക്കെ വെക്കണം. ഫ്രീസറിലാവണ്ട ഫ്രിഡ്ജിൽ. പക്ഷേ അത്രയ്ക്കുള്ള ടൈമും ഇല്ല, പിന്നെ ക്ഷമയില്ലാത്തത് കൊണ്ട് ഞാനൊരു 15 മിനിറ്റ് അതിനെ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് അതില്ലേ തണുപ്പ് കൂട്ടിയും കിട്ടിട്ട് അത് എടുത്തിട്ട് നമ്മുടെ എയർ ഫ്രയറിലേക്ക് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വെച്ചിട്ട് സെറ്റാക്കി എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒന്ന് മറിച്ചിട്ടിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒരു 4 മിനിറ്റും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടെ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഒരു ക്ഷമ കൊണ്ട് കരിയോ എന്നൊക്കെ പേടിച്ചിട്ട് അറിയില്ലല്ലോ. ഇത് എയർ ഫ്രയർ അടിപൊളി കേട്ടോ. നമ്മളെ കടലയൊക്കെയല്ലേ, ഞാൻ കാണിച്ചു തരാം. നിലക്കടലയൊക്കെ വറക്കാൻ പറ്റും. ഞാൻ ഇങ്ങനെ അതൊക്കെ പരീക്ഷിച്ച് നോക്കി. എന്നാൽ അത്ര നമ്മൾ കഴിയിട്ട് ഈ നിലക്കടലയാകുമ്പോൾ നമ്മൾ കൈ ഇളക്കാണ്ട് ഇങ്ങനെ വറുത്തുകൊണ്ടേ ഇരിക്കണമല്ലോ. പക്ഷേ എയർ ഫ്രയറിൽ വെച്ച് കഴിഞ്ഞാൽ 6 മിനിറ്റോ 7 മിനിറ്റോ ഞാൻ വെക്കുക. ഒരു പ്രാവശ്യം ഞാൻ 8 മിനിറ്റ് വെച്ചപ്പോഴത്തേക്കും കുറച്ച് മൊരിഞ്ഞ് കൂടിപ്പോയി, അത് വറുത്തത് കൂടിപ്പോയി. പക്ഷേ ഒരു 6 മിനിറ്റ് വെക്കുമ്പോൾ ഏകദേശം കറക്റ്റാണ് കേട്ടോ. നിങ്ങൾ എയർ ഫ്രയറിൽ അത് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? എന്തൊക്കെ പരീക്ഷിക്കാറുണ്ട്. ഞാൻ ചിക്കൻ നഗറ്റ്സൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പം ഇതിൽ ഇത്രയും ടെമ്പറേച്ചറൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഇതാ നമ്മുടെ തന്തൂരി ചിക്കൻ എയർ ഫ്രയറിലാണ്. അപ്പോൾ അതാ റെഡി ആക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചെറിയൊരു മസാലയിൽ എന്തോ ഒരു ചുവ വ്യത്യാസം, എന്നാലും രസമല്ല എന്നല്ല, വേറൊരു ചുവ കേട്ടോ. ആ ഹോട്ടലിൽ നിന്ന് മേടിക്കുന്ന ചുവ വന്നില്ല, എന്താണെന്നറിയില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും കറക്റ്റ് ഇതിലെ മസാലകൾ ഉണ്ടാക്കിയിട്ട് അതേപോലെ വീട്ടിൽ ട്രൈ ചെയ്തിട്ട് അതേപോലെ വന്നിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാക്കിയെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ നിച്ചൂട്ടനും ഏട്ടനും ഭയങ്കര കളിയിലാണ്. അത് ഉണ്ടോ, ഒരു അഭിനയക്കാരനാണ്. ഒന്ന് വെക്കുമ്പോഴേക്കും ഉണ്ടാവും മറിഞ്ഞിട്ട് വീണു. ഏട്ടനെ കളിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവന് ഭയങ്കര ഡിമാൻഡാണ്, നമ്മളൊന്നും മൈൻഡാക്കില്ല അങ്ങനെ. അപ്പം എന്താ പറഞ്ഞേ, ഈ എയർ ഫ്രയർ നമുക്ക് പിന്നെ ഹൗസ് വാമിങ്ങിന് വീട്ടിൽ കൂടല്ലേ ഗിഫ്റ്റ് ഇട്ട് സംഭവമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. എന്തായാലും നമുക്ക് പുതിയ വീഡിയോസായിട്ട് വരും ദിവസങ്ങളിൽ കാണാം.
താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.